വെൽക്കം ടു LK സ്റ്റാർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സസൈസ് 4.4. അത് ഓൾഡ് ബുക്ക് പ്രകാരമാണ്, പുതിയ ബുക്കിൽ 4.3 ആണ്. ഓക്കെ, ഇത് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഓൾഡ് ബുക്കാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇഫ് ദ റിയൽ റൂട്ട് എക്സിസ്റ്റ് ഫൈൻഡ് ദം. കണ്ടോ, നേച്ചർ ഓഫ് റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ദ റിയൽ റൂട്ട് എക്സിസ്റ്റ്, റിയൽ റൂട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 2x² - 3x + 5 = 0. സോ നമുക്കത് സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും മുന്നേ നമ്മളൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണല്ലേ. ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതായിരുന്നു? ax² + bx + c = 0 ആണ്. ഇവിടെ നമ്മൾ വേർ a is not equal to 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമ്മളൊരു ഫോമുല ഉണ്ട്. എന്താ വെച്ചാൽ -b ± √b² - 4ac/2a. ക്ലിയർ ആയോ? ഈ ഒരു ഈക്വേഷൻ നമ്മളുടെ റിയൽ റൂട്ട്സ് ആണ് കണ്ടെത്താൻ പറ്റുന്നത്. റിയൽ റൂട്ട്സ് നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു ഫോമുലയിൽ ഈ ഒരു പോർഷൻ മാത്രം. ഏതാണത്? b² - 4ac എന്ന് പറഞ്ഞിട്ടുള്ള അത് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റിയൽ റൂട്ട്സ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ റൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോളിനോമിയലൊക്കെ സീറോസ് കണ്ടെത്തുന്നതൊക്കെ അത് തന്നെയാണ്. ബട്ട് ഇവിടെ നമ്മൾ b² - 4ac അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ബി? ഏതാണ്? 4 ഇക്വേഷനിലുള്ളതാണ്. ഇതിനൊരു പേര് പറയും കേട്ടോ, ഡിസ്ക്രിമിനൻ്റ് എന്നാണ് പറയുക. അതിനെ നമ്മൾ ചുരുക്കി ഡി എന്ന് മാത്രം നമ്മൾ ചുരുക്കി എഴുതും. ഓക്കെ, ഡിസ്ക്രിമിനൻ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം അറിയാൻ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഒരു ക്വാഡ്രാറ്റിക് ഫോമുലയാണിത്. -b ± √b² - 4ac/2a. അതിനകത്ത് ഡിസ്ക്രിമിനൻ്റ് പാർട്ടായിട്ടുള്ള b² - 4ac യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടെത്താൻ പോകുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ റിയൽ റൂട്ട്സ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് റിയൽ റൂട്ട്സ് എന്ന്. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ 2x² - 3x + 5 = 0. ഇവിടെ എന്താണ്? നമുക്ക് നമ്മുടെ ഫോമുലയിൽ ആരൊക്കെയുണ്ട്? ബി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. അപ്പം നമ്മൾക്ക് അവരെയൊക്കെ കണ്ടെത്തി എഴുതാം. കണ്ടോ, ഈ എ എന്ന് പറയുന്നത് ആരാണ്? എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 ആണ്. ബി എന്ന് പറയുന്നതോ ഇവിടെ x² കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 ആണ് എ. ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആരാണ്? -3 അല്ലേ. സോ ബി = -3. ദെൻ സി എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു കോൺസ്റ്റൻ്റ് ഒരു ടേമാണ്. അപ്പോൾ സിയുടെ ആരാ? +5 ആണ്. ഓക്കെ, അപ്പോൾ അത്രയും നമ്മളുടെ ഓക്കെ ആയില്ലേ. ഇനി എന്താ നമുക്ക് വേണ്ടത്? ആ ഡിസ്ക്രിമിനൻ്റ് പാർട്ട് എടുക്കാണ്ട് റിയൽ റൂട്ട്സ് കാണാൻ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് ഡി എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ഡിസ്ക്രിമിനൻ്റ്. ക്ലിയർ ആയല്ലോ. സോ b² - 4ac അത് നമ്മളെടുത്ത് എഴുതി. ഇനി ഈ b² എന്ന് പറയുമ്പോൾ ആരെയാണ് കൊണ്ടുവരേണ്ടതെന്ന് നോക്കിയേ? -3² ദെൻ ഈ -4 × ഈ 2 അല്ലേ. ac എന്ന് പറയുമ്പോൾ 2, ദെൻ c എന്ന് പറയുമ്പോൾ ആരാണ്? 5 ആണ്. ക്ലിയർ ആയില്ലേ. ഇനി നോക്കിയേ, 3 3s are -3 × 3 3s are 9 -4 2s are 8 8 5s are 40. സോ 9 - 40 = ഇതെന്ത് പറ്റി? നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 40യുടെ മുന്നിൽ ആരാ ഇവിടെ ഉള്ളത്? -സൈൻ ഉണ്ടല്ലേ. സോ മൈനസാണ് നമ്മുടെ ആൻസറിന് വരേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നോക്കിയേ, b² - 4ac <0. ഇത് 0നേക്കാളും ചെറിയൊരു നമ്പറല്ലേ. നമുക്ക് b² - 4ac ചെയ്തപ്പോൾ 0നേക്കാളും ചെറിയൊരു നമ്പറാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നോ റിയൽ റൂട്ട്സ്. ഇവിടെ ഒരു റിയൽ റൂട്ട്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. കാരണം 0യേക്കാളും ചെറുതാണ് b² - 4ac എന്ന് തന്നെ വന്നത്. സോ നമുക്ക് എന്തെഴുതാം? ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് നോ റിയൽ റൂട്ട്സ്. ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ b² - 4ac ഇതാ ഇവിടെ കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 വേർ a not equal to 0 ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. കണ്ടോ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2
റിയൽ റൂട്ട്സ് നമുക്ക് കിട്ടും. അത് എപ്പോഴാണ് ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഒരു ഡിസ്ക്രിമിനൻ്റ് പാർട്ട് വെച്ച് നമ്മളൊരു ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് എന്തുണ്ടാവും? 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉണ്ടാകും. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും കേട്ടോ. ഇനി നോക്കിയേ, ഇവിടെ ഈ ഡിസ്ക്രിമിനൻ്റ് പാർട്ട് വിച്ച് മീൻസ് വാട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. 0ക്ക് ഈക്വൽ ആണെങ്കിൽ എന്താണ്? 2 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സിന് 2 വാല്യൂസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അങ്ങനെ എക്സിന് ഇവിടെ 2 വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് ഒരു പാർട്ടിൽ കിട്ടിയ അപ്പുറത്തെ സെക്ഷൻ ചെയ്ത് കഴിയുമ്പോഴും എക്സ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് കണക്കുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ, അതിനകത്തുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടും ഒരുപോലെ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് കണ്ടോ 2 ഈക്വൽ. ഇപ്പോൾ എന്താ പറയുന്നത്? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് എന്തുണ്ടാകും? 2 ഈക്വൽ റൂട്ട്സ്. ഇതുപോലെ രണ്ടും തുല്യമായ റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതെങ്ങനെയാണെന്നാണ് പറയുക? കോയിൻസിഡൻറ്റ് റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മീതെ ഒന്ന് നിൽക്കും അല്ലേ? നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്തിട്ടില്ലേ? അതുപോലെ വരും. ഇനി മൂന്നാമതൊരെണ്ണം എന്താ ഉള്ളത്? നോ റിയൽ റൂട്ട്സ്. എപ്പോഴാണ്? ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത സം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 റിയൽ റൂട്ട്സ് ഉണ്ടാകും. ചിലപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കാം. ചിലപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കാം? 10 ആയിരിക്കാം. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് കിട്ടും. പക്ഷേ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഈ ഈക്വൽ റൂട്ട്സ്, അതായത് രണ്ടിനും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇനി നോക്കിയേ, നോ റിയൽ റൂട്ട്സ് ആണ്. നോ റിയൽ റൂട്ട്സ് എപ്പോഴാണ്? ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. 0നേക്കാളും കുറഞ്ഞ് വരുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. സോ നമ്മുടെ പ്രോബ്ലം നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യൂ കേട്ടോ. താങ്ക് യു.